ലേണിംഗ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ കണക്ക് ആദ്യ പാഠമായ അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികളുടെ പാർട്ട് 9 വീഡിയോ ആണ്. എന്റെ ഈ ചാനൽ കാണുന്നവർ ഇതുവരെ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. നമുക്ക് തുടങ്ങാം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ടെക്സ്റ്റില് കുറെ സം കണ്ടുപിടിക്കാൻ ശ്രേണികളുടെ അരിത്തമെറ്റിക് സീക്വൻസിലെ പദങ്ങളുടെ സം കണ്ടുപിടിക്കാൻ തന്നെ ഒരു 3-4 ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസും ആ ഇക്വേഷൻസ് വെച്ചുകൊണ്ടുള്ള ഓരോ കണക്കുകളും ഒരു എക്സാമ്പിളും അതാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് ഷുവറായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു സമയത്തൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ടെക്സ്റ്റിലെ ചോദ്യങ്ങളല്ല ഞാൻ ഈ ചെയ്യുന്നത്. ഞാനൊരു മോഡൽ ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ട് തന്നെയുള്ള ഉദാഹരണങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒന്ന് നോക്കിയിരിക്കാം. നമുക്ക് ആദ്യം sum of n natural numbers n എണ്ണൽ സംഖ്യകളുടെ തുക. ഇതെങ്ങനെയാണ് പറയാം? എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1 + 2 + 3 ഇങ്ങനെ പോകുന്ന സംഖ്യകളാണ്. അങ്ങനെ അവസാന സംഖ്യ n ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ ഏത് സംഖ്യകൾ ഒരാൾ 50 പദങ്ങളുടെ 50 നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ n = 50. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ n = 100. അത്രേ ഉള്ളൂ. അപ്പൊ n ഏത് വിലയാകാം? ഇത് കാണാനുള്ള സൂത്രവാക്യം ½ n × n + 1 എന്നാണ്. അപ്പൊ ½ n × n + 1. അപ്പൊ എത്ര എണ്ണൽ സംഖ്യകളുണ്ടോ അതിന്റെ ഹാഫിനെ ആ എണ്ണൽ സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടിയ ഉത്തരം കൊണ്ട് ഗുണിച്ചാൽ മതി. ½ n × n + 1. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇത് വെച്ചുകൊണ്ട് നമുക്കൊരു കണക്ക് ചെയ്യാം. ഒരു ചോദ്യമാണ് 1 + 2 + 3 + 50 കാണുക അല്ലെങ്കിൽ ഫൈൻഡ്. ഇതാണ് ചോദ്യം. ഫൈൻഡ് 1 + 2 + 3 +++ and so on +50. അപ്പൊ ഇതിന്റെ ആദ്യ പദം 1ാം പദം മുതൽ 50 വരെയാണ്. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 1 മുതൽ കണ്ട തുടർച്ചയായി 50. അപ്പൊ 1 മുതൽ തന്നെ വരണം. അപ്പൊ ഇത് എണ്ണൽ സംഖ്യയുടെ തുകയാണ്. കാണാനുള്ള സൂത്രവാക്യം എന്താണ്? അപ്പൊ നമുക്ക് സൂത്രവാക്യം എഴുതി ചെയ്യാം. എന്താണ് സൂത്രവാക്യം? ½ n s sum is equal to ½ n × n + 1 is equal to ½. ഇവിടെ n എത്രയാണ്? n എന്ന് പറഞ്ഞാൽ 50 വരെയുള്ള തുകകളല്ലേ? അപ്പൊ ½ × 50 ബ്രാക്കറ്റിനകത്ത് n + 1, അതായത് n എത്രയാണ് അതിനോട് ഒന്ന് കൂട്ടുക. അപ്പൊ നമ്മള് 51 എന്ന് എഴുതിയാൽ മതി. 50ന്റെ കൂടെ ഒന്ന് കൂട്ടി 51. അപ്പൊ ഉത്തരം എന്ത് വരും? ഹാഫും 50 തമ്മിൽ 50നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25 വരും. അപ്പൊ 25 × 51. 51നെ നമ്മൾ 25 കൊണ്ട് ഗുണിക്കണം. കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? ഉത്തരം കണ്ടുപിടിക്കാൻ നമുക്ക് ഗുണിച്ച് നോക്കാം. 51നെ 25 കൊണ്ട് ഞാൻ ഇവിടെ ഗുണിച്ചിട്ടുണ്ട്. അപ്പൊ ഉത്തരം 1275 എന്ന് കിട്ടി. 1275. അപ്പൊ കിട്ടിയ രീതി മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു മോഡൽ നോക്കാം. ഒരു ചോദ്യം ഇങ്ങനെയാണെന്ന് ഇരിക്കട്ടെ. 3 + 6 + 9 + 90. അവസാനത്തെ അക്ഷരം 90 ആണ്. ഇത് കാണുക, ഉത്തരം കാണുക. ഇങ്ങനെയാണ് ചോദ്യം ഇരിക്കട്ടെ. ഫൈൻഡ് 3 + 6 + 9 and so on +90. ഓക്കെ, ഇതിൽ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. പക്ഷേ ഇത് നാച്ചുറൽ നമ്പർ അല്ലല്ലോ. നമുക്ക് നോക്കാം ഇത് എങ്ങനെ ആക്കി എടുക്കാം. ഇവിടെ നോക്കുക. 3 6 9 ഇത് 3യുടെ മൾട്ടിപ്പിൾസ് അല്ലേ? എല്ലാം 3യുടെ മൾട്ടിപ്പിൾ. 3 1s are 3, 3 2s are 6, 3 3s are 9. ഇങ്ങനെ ഏതെങ്കിലും ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾസ് ആണ് ശ്രേണിയായി അഥവാ സീക്വൻസ് ആയി വരുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന്റെ എല്ലാം കോമൺ ആയിട്ട് ആ 3യെ നമുക്ക് പുറത്തെടുക്കും. ഇതെല്ലാം 3യുടെ മൾട്ടിപ്പിൾ ആണല്ലോ. 3യെ എന്തുകൊണ്ട് ഇൻഡ്യൂസ് ചെയ്താലാണ് 3 കിട്ടുക? 1. ഈ പ്ലസ് എഴുതി. 3യെ എന്തുകൊണ്ട് ഇൻഡ്യൂസ് ചെയ്താലാണ് 6 കിട്ടുക? 2. 3 2s are 6 അല്ലേ? 3യെ എന്തുകൊണ്ട് ഇൻഡ്യൂസ് ചെയ്താലാണ് 9 കിട്ടുക? 3. അപ്പൊ 3 3s are 9 പ്ലസ് 3യെ എന്തുകൊണ്ട് ഇൻഡ്യൂസ് ചെയ്താലാണ് 90 കിട്ടുക? 30. 30 × 3 ആണ് 90. കണ്ടോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിലെ എല്ലാം കോമൺ ആയിട്ടുള്ള പൊതു ഘടകത്തെ പുറത്തെടുത്തു, ബ്രാക്കറ്റിനെ പുറത്തെടുത്തു. 3ലും 6ലും 9ലും 90 വരെയുള്ള സംഖ്യകളിലുള്ള പൊതു ഘടകം 3 ആണ്.
ആ പൊതു ഘടകത്തെ പുറത്തെടുത്തിട്ട് അകത്തെഴുതിയത്. ഇപ്പൊ നമ്മൾ ബ്രാക്കറ്റിന്റെ അകത്തെഴുതിയത് നോക്കിക്കേ, 1 + 2 + 3, അത് നാച്ചുറൽ നമ്പർ അല്ലേ? അപ്പൊ നമ്മൾ 1 തൊട്ട് 30 വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിച്ചിട്ട് അതിനെ 3 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്താൽ ആൻസർ ഉണ്ട്. അപ്പൊ നമുക്ക് ഉത്തരം എഴുതാം 3 ഇൻറ്റു ഈ 3 ഇൻറ്റു അങ്ങനെ തന്നെ എഴുതുക, എന്നിട്ട് അടുത്ത ബ്രാക്കറ്റിൽ എഴുതുക. ഈ 1 + 2 + 3 ഇനി 3 മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി. 1 + 2 + 3 അങ്ങനെ 30, അതായത് 1 മുതൽ 30 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെയാണ്? ഹാഫ് ഇൻറ്റു 1 മുതൽ 30 വരെയാണല്ലോ, അപ്പൊ n സമം 30 ആണ് അല്ലേ? ഇൻറ്റു അടുത്ത n+1, അതായത് 30നെ 1 കൊണ്ട് കൂട്ടാൻ നേരത്ത് 31 വരും. ഓക്കെ, ഇങ്ങനെ. അപ്പൊ ഹാഫും 30 വെട്ടി പോകുമ്പോൾ 15 വരും. 31നെ 15 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 31നെ 15 കൊണ്ട് ഗുണിക്കാൻ നേരത്ത് 465 ഉത്തരം കിട്ടും. അപ്പൊ 3നെ 465 ഗുണിക്കുക. അപ്പൊ ഈ ബ്രാക്കറ്റിനകത്തുള്ള എല്ലാ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിനെ പുറത്തുള്ള സംഖ്യകൾ ഗുണിച്ചാൽ മതിയാവും. ഇനി 3നെ 465 കൊണ്ട് ഗുണിക്കുക. 465നെ 3 കൊണ്ട് ഗുണിച്ചാൽ 1395 കിട്ടും. അതാണ് ഇവിടുത്തെ ഉത്തരം. കണ്ടോ? അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു സംഖ്യ, ഇപ്പൊ 3, 6, 9, ഇനിയിപ്പോ 4, 8, 12, 4ന്റെ മൾട്ടിപ്പിൾസ് ആണ് ഇങ്ങനെ തന്നെ ചെയ്യും. അപ്പൊ ഇവിടെ 3യുടെ സ്ഥാനത്ത് 4 വരും. ഇനി 5, 10, 15 അങ്ങനെ 5ന്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ ഇവിടെ ഈ 3യുടെ സ്ഥാനത്ത് 5 വരും. എന്നിട്ട് ഉള്ളിലുള്ള എല്ലാം പ്ലസ് സി കണ്ടുപിടിച്ചിട്ട് അത് ഇക്വേഷൻ വെച്ച് അതിന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് പുറത്തുള്ള 5 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്താൽ മതിയാവും. ഇങ്ങനെയാണ് ചെയ്യുക. അപ്പൊ ഇവിടെയും സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത സൂത്രവാക്യമാണ് സം ഓഫ് ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യ n ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള സൂത്രവാക്യമാണ്. ഇപ്പൊ നമ്മുടെ സൂത്രവാക്യത്തിലെ ഹാഫ് അങ്ങ് മാറ്റിയാൽ മതി, n ഇൻറ്റു n+1 എന്നത്. കണ്ടോ? ഇതാണ് അടുത്ത സൂത്രവാക്യം. അപ്പൊ ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള സൂത്രവാക്യമാണ് n ഇൻറ്റു n+1. നമുക്കൊരു ചോദ്യം എഴുതാം. ഇത് വെച്ചുകൊണ്ട് നമുക്ക് 2+, 4+, 6+, അങ്ങനെ 200, അവസാന പദം 200 ആണ്. ഇത് കാണുക. ഇങ്ങനെയാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിക്കാൻ നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഇത് ഈവൻ നമ്പേഴ്സിന്റെ സം കാണാനുള്ള സൂത്രവാക്യമാണ്. ഇവിടെ n കണ്ടുപിടിക്കണം. n എന്ന് പറയുമ്പോൾ അവസാനം കിടക്കുന്ന 200 എഴുതരുത്. കാര്യം നോക്കിക്കേ, ഇവിടെ 2 ഒന്നാം പദമായിരുന്നു, 4 രണ്ടാം പദമായിരുന്നു, 6 മൂന്നാം പദമായിരുന്നു. അപ്പൊ 6 മൂന്നാം പദമാകാൻ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? അപ്പൊ ഈവൻ നമ്പേഴ്സിലാണെങ്കിൽ അത് എത്രാമത്തെ പദമാണെന്ന് കണ്ടുപിടിക്കാൻ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 200 എത്രാമത്തെ പദമാണെന്ന് അറിയാൻ 200നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 200 ഇവിടുത്തെ 100ാമത്തെ പദമാണ്. കണ്ടോ? ഈ ശ്രേണിയിലെ 100ാമത്തെ പദമാണ്. അപ്പൊ ഈവൻ നമ്പേഴ്സ് ഇരട്ട സംഖ്യകളാണ് ഇതുപോലെ ശ്രേണി തന്നിട്ടുണ്ടെങ്കിൽ ചാടിക്കേറി അവസാന സംഖ്യയെ എണ്ണെന്ന് നിങ്ങൾ എഴുതരുത്. ഓക്കെ, ആ സംഖ്യ അത് n എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ആ സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. ശരിയാണല്ലോ? 6 എന്ന് പറയുന്ന സംഖ്യ ഈ ശ്രേണിയിലെ 3ാം പദമാണ്. പക്ഷെ അത് കിട്ടാൻ എന്ത് ചെയ്യണം? 3 കിട്ടാൻ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതേ ഐഡിയ നമ്മൾ ലാസ്റ്റും പ്രയോഗിച്ച് 200നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 100. അപ്പൊ n സമം 100. ഇനി അടുത്ത സൂത്രവാക്യം എഴുതുക. സം തുക ഈസ് ഈക്വൽ ടു, എന്താണ് സൂത്രവാക്യം? n ഇൻറ്റു n+1 ഈസ് ഈക്വൽ ടു n എത്രയാണ്? 100. 100 ഇൻറ്റു n+1 എന്ന് പറയുമ്പോൾ അതിനോട് ഒന്നുകൂടെ കൂട്ടുക ആ n-ന്റെ കൂടെ. അപ്പൊ 101. 101നെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 10100 എന്ന് കിട്ടും. ഇതാണ് ഇതിന്റെ സം. ഇങ്ങനെയാണ് ഇതിന്റെ സം കണ്ടുപിടിക്കുന്ന ഈ സൂത്രവാക്യം ഉപയോഗിച്ച്. അടുത്ത സൂത്രവാക്യം നമുക്ക് പഠിക്കാം. സം ഓഫ് ദി ഫസ്റ്റ് n ഓഡ്, ഈവന്റെ സ്ഥാനത്ത് നമുക്ക് ഓഡ് എഴുതാം, ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. കാണാനുള്ള സൂത്രവാക്യമാണ് n². കണ്ടോ? അപ്പൊ സം ഓഫ് ദി ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് ആദ്യ n ഒറ്റ സംഖ്യകളുടെ തുക. ആദ്യ n ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക എന്നാണ് മലയാളം മീഡിയം എഴുതുന്നത്. ആദ്യ n ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്ന സൂത്രവാക്യമാണ് n². ഓക്കെ, നമുക്കൊരു ചോദ്യം എഴുതാം. ഇത് വെച്ചുകൊണ്ട് ഒരു ചോദ്യമാണ്. ഫൈൻഡ് 1+, 3+, 5+ and so on +99. ഇതാണ് ചോദ്യം. 1+, 3+, 5+++ and so on 99 കാണുക. ഇത് ഒറ്റ സംഖ്യകളാണെന്ന് നമുക്ക് മനസ്സിലായി. ചോദ്യം കാണുന്നത് 1, 3, 5 ഒക്കെ ഒറ്റ സംഖ്യകളല്ലേ, ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്?
ഇവിടെ 99 കണ്ട ഉടനെ ചാടി കയറി n എന്ന് എഴുതി വെക്കരുത്. അപ്പൊ ആൻസർ തെറ്റും. അപ്പൊ n കണ്ടുപിടിക്കുന്ന ഒരു ചെറിയ ടെക്നിക് ഉണ്ട്, നമുക്കത് നോക്കാം. ഇവിടെ 1 ആണ് ഒന്നാം പദം, 3 രണ്ടാം പദം, 5 മൂന്നാം പദം. ഈ 3 രണ്ടാം പദം ആകണമെങ്കിൽ 3നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഓക്കെ, 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടുന്നത്. അപ്പൊ 3ന്റെ കൂടെ 1 കൂട്ടുക, 3ന്റെ കൂടെ 1 കൂട്ടിയാൽ 4 വരും. ആ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടില്ലേ? അപ്പൊ പദം കിട്ടാൻ 1 കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിവിടെ നമുക്ക് അപ്ലൈ നോക്കാം. ഈ 5 എന്ന് പറയുന്നത് 1, 3, 5 മൂന്നാം പദമാണ്. ഈ 3 കിട്ടാൻ 5ന്റെ കൂടെ 1 കൂട്ടുക, 6. എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 6നെ 2 കൊണ്ട് ഡിവൈഡ് 3, അപ്പൊ മൂന്നാം പദം. അപ്പൊ 99 എത്രാം പദമാണ്? 99 എത്രാം പദമാണെന്ന് കണ്ടുപിടിക്കാൻ 99ന്റെ കൂടെ 1 കൂട്ടുക, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ n കണ്ടുപിടിക്കാൻ അതാണ് ടെക്നിക്ക്. ആ അവസാന പദത്തിന്റെ കൂടെ 1 കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ മാത്രമാണ് ഇത് ബാധകം. ഈവൻ നമ്പർ ആണെങ്കിൽ എന്താ, ഈ +1 ഇല്ല കണ്ടോ, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ n കണ്ടുപിടിക്കാൻ അതിന്റെ കൂടെ ഒരു +1 കൂടെ കൊടുത്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 99 1 100, 100/2 സമം 50 എന്ന് വന്നു. ഇതാണ് n. ഇനി നമുക്ക് സൂത്രവാക്യം എഴുതാം. സം ആണ് സൂത്രവാക്യം. എന്താണ്? n². ഇവിടെ ഓഡ് നമ്പേഴ്സ് ആണ്, n² = 50² സമം 2500. 50നെ 50 കൊണ്ട് തന്നെ ഗുണിക്കണം. 50നെ 50 കൊണ്ട് ഗുണിക്കാൻ നേരത്ത് 5 25, പിന്നെ 1 0 2 0 കൊണ്ട് മാറും സ്ക്വയർ വരുമ്പോൾ. അപ്പൊ 2500 ആണ് ഇതിന്റെ ഉത്തരം. അടുത്ത സൂത്രവാക്യം sum of n terms of any base, അതായത് ഏത് ശ്രേണിയിലെയും n പദങ്ങളുടെ തുക. അതായത് ഒരു ശ്രേണി ഞാൻ എഴുതാം, x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് അങ്ങനെ xn വരെ. ഓക്കെ, n എന്ന് പറയുന്നത് അതിലെ പദങ്ങളുടെ നമ്പറാണ്. കാണാനുള്ള സൂത്രവാക്യമാണ് ½ n × x1 പ്ലസ് xn. ഇതാണ് സൂത്രവാക്യം. ½ n × x1 പ്ലസ് xn. n എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം. പദങ്ങളുടെ എണ്ണത്തിന്റെ പകുതിയെ x1 എന്ന് പറയുന്നത് ആദ്യ പദം, xn എന്ന് പറയുന്നത് അവസാന പദം. x1 ആദ്യ പദം, xn അവസാന പദം. അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് അതിനെ നമ്പർ ഓഫ് ടേംസിന്റെ ഹാഫ് കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ മതി. പദങ്ങളുടെ എണ്ണത്തിന്റെ പകുതി കൊണ്ട് ഗുണിക്കണം. നമുക്കൊരു ചോദ്യം എഴുതാം. ഫൈൻഡ് 4 + 7 + 10 + 100 കണ്ടോ? അതായത് ഈ ശ്രേണിയില് 4 7 10 ഇത് എന്തല്ല, അടുത്തടുത്ത നാച്ചുറൽ നമ്പേഴ്സ് അല്ല, അടുത്തടുത്ത ഓഡ് നമ്പേഴ്സ് അല്ല, അടുത്തടുത്ത ഈവൻ നമ്പേഴ്സ് അല്ല. അപ്പൊ ഇതിനു മുമ്പ് പറഞ്ഞ ഒരു ഇക്വേഷൻ ഇതിന് ബാധകമല്ല. മാത്രമല്ല ഏതെങ്കിലും ഒരു സംഖ്യയുടെ മൾട്ടിപ്പിൾസും അല്ല 4 7 കണ്ടോ, ഇതൊന്നുമല്ല. അപ്പൊ ഇതൊന്നും അല്ലെങ്കിൽ ഈ സൂത്രവാക്യം പ്രയോഗിക്കുന്ന ½ n × x1 പ്ലസ് xn. ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങളെ എടുത്തെഴുതാം. നമ്മുടെ ഈ സൂത്രവാക്യത്തിൽ എന്തെല്ലാം വേണം? n വേണം, x1 വേണം, xn വേണം. അപ്പൊ x1 ഉണ്ട്, x1 സമം 4, xn ഉണ്ട് ഉണ്ടോ, xn സമം 100. ഓക്കെ, ഇനി n കൂടി കണ്ടുപിടിക്കണം. n കാണാൻ ഒരു സൂത്രവാക്യമുണ്ട്, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. n = xn - x1/d + 1. ഇതാണ് പദങ്ങളുടെ എണ്ണം കാണാനുള്ള സൂത്രവാക്യം. അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ചിട്ട് അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിനോട് 1 കൂട്ടിയാൽ മതി. അപ്പൊ ഇവിടെ അവസാന പദം 100 ആണ്, ആദ്യ പദം 4 ആണ്. 100ൽ നിന്ന് 4 കുറയ്ക്കുക, അതിനെ പൊതുവ്യത്യാസം. ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാണ്? d സമം 4 7 10. അപ്പൊ 7ൽ നിന്ന് 4 കുറച്ചാൽ 3 അല്ലേ? 3 ആണ് പൊതുവ്യത്യാസം. അപ്പൊ 100ൽ 4 കുറച്ചിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പ്ലസ് ആണ്. 100ൽ 4 കുറച്ചാൽ 96. 96നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 32 എന്ന് കിട്ടും. 100ൽ 4 കുറച്ചാൽ 96. 96നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 32. 32 പ്ലസ് 1 സമം 33. അപ്പൊ നമുക്ക് n കിട്ടി. n സമം 33 ആണ്. ഇനി നമുക്ക് സം കണ്ടുപിടിക്കാം. സം = സൂത്രവാക്യം എഴുതുക, ½ n × x1 പ്ലസ് xn = ½ n എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ചു 33. 33 × x1. x1 എത്രയാണ്? x1 4 ആണ്, പ്ലസ് xn 100 ആണ്. അപ്പം
4 പ്ലസ് 100. അപ്പൊ ഹാഫ് ഇൻറ്റു 33. 33 എന്നാണ് ഈ എന്നിന്റെ സ്ഥാനത്താണ് 33. ഈ 33ന് 2 വെച്ച് വെട്ടില്ല, അതുകൊണ്ട് അങ്ങനെ കിട്ടാൻ മതി. ഹാഫ് ഇൻറ്റു 33. വെട്ടുമായിരുന്നെങ്കിൽ ഇതിപ്പോ ഒരു ഈവൻ നമ്പർ ആയിരുന്നെങ്കിൽ 2 വെച്ച് വെട്ടിപ്പോയി. ഇതിപ്പോ ഓട് നമ്പർ ആയിട്ട് വെട്ടില്ല, വെട്ടില്ലെങ്കിൽ വെട്ടണ്ട, അങ്ങനെ ഇടുക. 100ഉം 4ഉം കൂടെ കൂടുമ്പോൾ 104 കേട്ടോ. അപ്പൊ ബ്രാക്കറ്റ് മാറ്റാം. അതിനോട് ക്രിയ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രാക്കറ്റ് മാറ്റാം. 2ഉം 104ഉം നമുക്ക് വെട്ടിപ്പോകാം. 10നകത്ത് 2 5 പ്രാവശ്യം, 4നകത്ത് 2 2 പ്രാവശ്യം. അപ്പൊ 52 എന്ന് കിട്ടും. ഇനി 52നെ 33 കൊണ്ട് ഗുണിച്ചാൽ മതി. 52നെ 33 കൊണ്ട് ഗുണിക്കുമ്പോൾ 1716 എന്ന് ഉത്തരം വരും. ഇങ്ങനെയാണ് ഈ ഇക്വേഷനിലെ കണക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇന്നത്തെ കണക്കുകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ബാക്കി കണക്കുകളുമായി നമ്മൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസങ്ങളിൽ നിങ്ങളെ സമീപിക്കും. അതുവരെ നിങ്ങൾക്ക് ഗുഡ് ബൈ, താങ്ക്സ്.